ആ പോലീസ് റിപ്പോർട്ട് ജിൻഡോ വായിച്ചിട്ടുണ്ടാകണം. ആ റിപ്പോർട്ട് പ്രകാരം ഏപ്രിൽ 25-ന് 2:13 റെഡ് എൻകൗണ്ടർ എന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ റിവേഷ് രാമകൃഷ്ണൻ യുഡായിപ്പ് കാഫർ പോസ്റ്റ് ചെയ്യുന്നു. എന്താണ് ആ സ്ക്രീൻഷോട്ട് പോസ്റ്റ് ചെയ്യുന്നു. അന്ന് തന്നെ 2:34 റെഡ് ബറ്റാലിയൻ വാട്സാപ്പ് ഗ്രൂപ്പിൽ അമൽ റാം അത് പോസ്റ്റ് ചെയ്യുന്നു. അന്ന് തന്നെ 3 മണിയാകുമ്പോഴേക്കും അമ്പാടിമുക്ക് സഖാക്കൾ ഫേസ്ബുക്ക് പേജിൽ അഡ്മിൻ മനീഷ് അത് പോസ്റ്റ് ചെയ്യുന്നു. അന്ന് തന്നെ രാത്രി 8:23 ആയപ്പോൾ പോരാളി ഷാജിയിൽ വഹാബാണോ അബ്ബാസാണോ അതിൻ്റെ അഡ്മിൻ പോസ്റ്റ് ചെയ്യുന്നു. ആ രാത്രി തന്നെ സി ഭാസ്കരൻ പോലീസിന് പരാതി കൊടുക്കുന്നു. അന്ന് തന്നെ കാസിമിനെതിരെ കേസെടുക്കുന്നു. ചെറിയ വകുപ്പല്ല, 153A. ആ വേഗം അത് കഴിഞ്ഞുള്ള കണ്ടെത്തലിൽ ഈ ദിവസങ്ങളിൽ നമ്മൾ കാണുന്നുണ്ടോ ജിൻഡോ? ഹാഷ്മി, അക്കാര്യത്തിൽ വേഗത ഇല്ല എന്ന് മാത്രമല്ല യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. കാരണം കേരളത്തിലെ പോലീസ് വലിയ ശേഷിയുള്ള അന്വേഷണം നടത്താനും പ്രതികളെ പിടിക്കാനും വലിയ ശേഷിയുള്ള പോലീസാണെന്ന് അവകാശപ്പെടുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് പിണറായി വിജയൻ, അദ്ദേഹത്തിൻ്റെ പാർട്ടി നേതാക്കന്മാരും. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി എന്ന് അവകാശപ്പെട്ടുകൊണ്ട് പ്രസൻറ്റ് ചെയ്ത വടകരയിലെ സ്ഥാനാർത്ഥി കെ ശൈലജയുടെ പരാജയത്തിന് കാരണമായിട്ടുള്ളത് എന്ന് പൊതുജനം മുഴുവൻ വിശ്വസിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം മാത്രമല്ല, കെ ശൈലജ പോലും തള്ളിപ്പറയുന്ന ഒരു കാര്യം ചെയ്ത പ്രതികളെ കണ്ടുപിടിക്കാൻ പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിന് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. 1. 2. കെ ലതികയെ പോലെയുള്ള മുൻ MLA, CPM സംസ്ഥാന കമ്മിറ്റി മെമ്പർ അടക്കമുള്ള ആളുകൾ ഇത് പ്രചരിപ്പിച്ചിട്ടുണ്ട്. അത് നിയമപ്രകാരമാണെങ്കിൽ 153A IPC പ്രകാരവും 295 പ്രകാരവും ഒക്കെ കേസെടുക്കേണ്ട വകുപ്പാണ്. ഇത് പ്രചരിപ്പിച്ച വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഫേസ്ബുക്ക് പേജിൻ്റെയൊക്കെ അഡ്മിന്മാർക്കെതിരെ കേസെടുക്കണ്ടേ? ഇവിടെ പിണറായി വിജയനെതിരെ ആരെങ്കിലും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടാൽ, ആരെങ്കിലും ഒരു പ്രതിഷേധ കുറിപ്പിട്ടാൽ അതിൻ്റെ പേരിൽ കേസെടുക്കുകയും വേട്ടയാടുകയും ചെയ്യുന്ന കേരള പോലീസ് എന്തുകൊണ്ടാണ്? കേരളത്തിലെ രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ ഭാഗമല്ലത്. രാഷ്ട്രീയം പറഞ്ഞ് ജയിക്കാൻ പറ്റാത്തത് കൊണ്ട് വർഗീയ കാർഡിളക്കി ജയിക്കാൻ പറ്റുമോ എന്ന് നോക്കിയൊരു ഇലക്ഷൻ പ്രചരണം മാത്രമാണ്. എത്രയോ ആരോപണങ്ങൾ വടകരയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. എത്രയോ ചാനൽ അവതാരകർ ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് നാണമില്ലേ എന്നൊക്കെ. അന്നും ഞങ്ങൾ പറഞ്ഞു, ഇത് പടച്ചു വിട്ടത് CPM-ന്റെ ആശയ പ്രചരണ ആയുധശാലയിൽ തന്നെയാണ് എന്ന്. ഇന്നിപ്പോൾ ഇതിൻ്റെ പ്രതിസ്ഥാനത്ത് വരുന്ന മുഴുവൻ ആളുകളും DYFIയുടെയോ CPM-ന്റെ നേതൃനിരയിൽ നിൽക്കുന്ന ആളുകളാണ്. അതിൽ പ്രധാനപ്പെട്ടതാണ് റിബേഷ് രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ DYFIയുടെ ബ്ലോക്ക് പ്രസിഡന്റ്. അദ്ദേഹം റെഡ് എൻകൗണ്ടർ എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ ഇത് പ്രചരിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇത്തരം സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകൾക്കെതിരെ കേസെടുക്കാൻ വകുപ്പുണ്ട്. എന്തുകൊണ്ടാണ് റിബേഷ് രാമകൃഷ്ണനെതിരെ കേസെടുക്കാത്തത്? അദ്ദേഹത്തോട് ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് ഉത്തരങ്ങളില്ല എന്നാണ് കേരള പോലീസ് പറയുന്നത്. എന്തുകൊണ്ടാണ്? DYFIയുടെ ഒരു നേതാവല്ലേ അദ്ദേഹമല്ലേ AR റഹീമിനെ പോലുള്ള ആളുകളെ കൊണ്ടുവന്ന് പൊളിറ്റിക്കൽ പോയിസൺ എന്ന് ഷാഫി പറമ്പിലിനെ വിളിപ്പിക്കാനുള്ള പരിപാടിയുടെ സംഘാടകനായി മുൻനിരയിൽ നിന്നത്? അത്രയും ആർജവമുള്ള ഒരു DYFIയുടെ ബ്ലോക്ക് നേതാവിന് എന്തുകൊണ്ടാണ് തനിക്ക് ഇത് എവിടെ നിന്നാണ് കിട്ടിയത്, ആരാണ് തന്നത്, അല്ലെങ്കിൽ താൻ തന്നെയാണോ ഇത് പടച്ചു വിട്ടത് എന്ന് പറയാനുള്ള ആർജവം ഇല്ലാതെ പോകുന്നത്? DYFIയുടെ നേതാക്കന്മാരൊക്കെ എന്തുകൊണ്ടാണ് ഈ വാർത്ത വരുമ്പോൾ ഓടി മാളത്തിൽ ഒളിക്കുന്നത്? ഇവിടെ പയ്യോളി ഏരിയ സെക്രട്ടറി അടക്കമുള്ള CPM-ന്റെ നേതാക്കന്മാർ അവരുടെ ഫേസ്ബുക്ക് പേജിൽ ഇപ്പോഴും ഇത് സൂക്ഷിക്കുന്നു. അവരൊക്കെ അവരുടെ ഫേസ്ബുക്ക് പേജിൽ ലോക്ക് ചെയ്തിട്ടുകൊണ്ട് മാത്രം കാര്യമില്ല. അതിനൊരു പരാതി കൊടുത്തിട്ട് യൂത്ത് കോൺഗ്രസിന്റെയും യൂത്ത് ലീഗിന്റെയും ആളുകൾ പരാതി കൊടുത്തിട്ട് നടപടി സ്വീകരിക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല. ഇത് പൊളിറ്റിക്കൽ പോയിസണിങ് മാത്രമല്ല, പൊളിറ്റിക്കൽ ക്രിമിനൽ ആക്ടിവിറ്റി കൂടിയാണ്. കാരണം തെരഞ്ഞെടുപ്പിന് ജയിക്കാൻ വേണ്ടിയിട്ട് വർഗീയ കാർഡെടുക്കുന്ന ഈ ആളുകൾ, ഇത്രത്തോളം സങ്കുചിത മനസ്സുള്ള ആളുകൾ, സംഘപരിവാറുകാർ ചെയ്യുന്ന നടപടിയേക്കാൾ നാണപ്പെടുത്തുന്ന പരിപാടിയാണ് ഇവർ ചെയ്യുന്നത്. കാസയും അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടോ RSS ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ തരാതരം പോലെ പറ്റുന്ന പോലെ മാറി ഉപയോഗിക്കുന്ന ഒരു സംഘടനയായിട്ട് CPM മാറുകയാണ്. ഇവിടെ നമ്മൾക്ക് ചോദിക്കാനുള്ളത്, പണ്ട് TP ചന്ദ്രശേഖരനെ കൊല്ലാൻ പോയ ഇന്നോവയിൽ ഒട്ടിച്ച മാഷ അല്ല സ്റ്റിക്കറിന്റെ സന്ദേശം എന്തായിരുന്നു നൽകിയത്? അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനും പാർട്ടി പത്രമായിരുന്ന ദേശാഭിമാനി പത്രവും അവരുടെ ചാനലും ഒക്കെ നിരന്തരം പറഞ്ഞിട്ടുണ്ട്, പുലഭ്യം പറഞ്ഞിട്ടുണ്ട്. അവിടെ തൊട്ടടുത്തുള്ള വള്ളിക്കാട് ജുമാ മസ്ജിദിൽ വെളുപ്പം വരെ ലൈറ്റ് അണയാതെ കിടന്നു, തീവ്രവാദ സാന്നിധ്യമുണ്ട്, തീവ്രവാദികളാണ് കൊന്നത് എന്നൊക്കെ. അതിനോടൊപ്പം പിടിച്ചു പറയേണ്ട ഒരു കാര്യമാണിത്. വടകരയിലെ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടിയിട്ട് പൊളിറ്റിക്കലായിട്ട് തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് മത്സരിക്കാൻ പറ്റാതെ വരുമ്പോൾ ഇവർ വർഗീയ കാർഡിളക്കി അതിൽ ഇവർ പിടിക്കപ്പെടും എന്നുള്ള ഘട്ടം വന്നപ്പോൾ ഇപ്പോഴും CPM-ന്റെ നേതാക്കന്മാർ, കേരള പോലീസ് അടക്കം അന്വേഷണ ഉദ്യോഗസ്ഥരെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് DYFI നേതാക്കന്മാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് എടുക്കുന്നത്. ഇതിൽ അന്വേഷണം നടത്തിയ SP അടക്കമുള്ള ആളുകൾക്ക് ട്രാൻസ്ഫർ കൊടുക്കുന്നു. പകരം DYFIയുടെ നേതാക്കന്മാരെ സാക്ഷിയും മാപ്പുസാക്ഷിയുമാക്കുന്ന സാഹചര്യം. ഇതിന് പരാതി കൊടുത്ത യൂത്ത് ലീഗിന്റെ പ്രവർത്തകനെതിരെ കേസ്,
വാദി പ്രതിയാകുന്ന സാഹചര്യമാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന കാലത്ത്. സംഘപരിവാറിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഏറ്റവും വലിയ സംഘപരിവാർ നേതാവായിട്ടുള്ള ആളാണ് ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന് അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന നടപടിക്രമങ്ങളാണ് കേരള പോലീസിന്റെ ഭാഗത്തു നിന്നും CPM ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത്.